ആ ഹലോ, നല്ലതാണ്ട് മയിൽ, നല്ല കാഴ്ചകൾ കണ്ടോ. കോന്നിയിൽ ഞാൻ എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ പോയിട്ട് ഞാൻ തിരിച്ച് ഞാനും എൻ്റെ ചേട്ടൻ്റെ മകളും എല്ലാം കൂടെ വന്ന് ഞങ്ങൾ ആനക്കൂട്ടി വന്ന് പിന്നെ കാഴ്ചകൾ കാണാൻ അതിൻ്റെ ടിക്കറ്റ് എടുത്ത് കയറി എല്ലാ കാഴ്ചകളും കണ്ടുകൊണ്ടിരിക്കുകയാണ്. കുട്ടികൾ കളിക്കുന്ന ഇതൊക്കെ കണ്ടോ. ഇതൊക്കെ നല്ല ഭംഗിയാണ് കാണാൻ. ഞാനും ഇതുപോലൊക്കെ ഓരോ കാര്യങ്ങൾ കണ്ടു. ആനകളുടെ ഭാഗങ്ങൾ കണ്ടു. പിന്നെ ഞാനിങ്ങനെ നടന്ന് ഇങ്ങോട്ട് ആനക്കൂട്ടിലോട്ട് കയറിപ്പോകുന്ന ഭാഗങ്ങളൊക്കെയാണിത്. നല്ല രസമാണിത് കാണാൻ. നടന്നു പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇത്തിരി നല്ല സുന്ദരമായ കാഴ്ചയാണ്. എന്നിട്ട് നടന്നിങ്ങനെ കയറി ക്ഷീണിച്ചപ്പോഴവിടെ ഇരുന്നു. അവിടെ ഇരുന്ന് ഇത്തിരി നേരം വിശ്രമിച്ചു. എന്നിട്ട് പിന്നെയും എഴുന്നേറ്റ് ഇങ്ങനെ ഓരോ കാഴ്ചകൾ ഇങ്ങനെ കാണാനായിട്ടിങ്ങനെ വീണ്ടും നടന്നിങ്ങനെ മുന്നോട്ട് പോയി. എന്നിട്ട് മ്യൂസിയത്തിൽ കയറി ആനകളുടെ ഓരോ പിന്നെ ഫോട്ടോകൾ, അതിൻ്റെ പിന്നെ ഇതൊക്കെ ഇത് കൊമ്പ് കൊണ്ടൊക്കെ പണിഞ്ഞു വെച്ചിരിക്കുന്ന സാധനങ്ങൾ, അതിൻ്റെ സാദൃശ്യമുള്ളതെല്ലാം കണ്ടു. അങ്ങനെയൊക്കെ കണ്ട് വളരെ സന്തോഷം. ഞങ്ങൾ കഴിഞ്ഞ വർഷം ഇങ്ങനെ പോയി ഇതൊക്കെ കണ്ടതാണ്. കാണാൻ നല്ല ഇമ്പമുള്ള കാഴ്ചയാണ്. നമുക്ക് തിരിച്ചു വരാൻ തോന്നുകയില്ല. അവിടുത്തെ ആ ഭംഗികളൊക്കെ കണ്ടു കഴിയുമ്പോഴത്തേക്ക് നമുക്ക് അവിടെ നിന്ന് കണ്ടുകൊണ്ടിരിക്കാൻ തോന്നും. ഇത്രയ്ക്ക് നല്ല സുന്ദരമായ കാഴ്ചകൾ. ആനയുടെ കൊമ്പ്, ആനയുടെ പിന്നെ ഇതെല്ലാം വാരിയല്, അതിൻ്റെ ഓരോ ഘടനകളും മാറ്റി വെച്ചേക്കുന്നതൊക്കെയുണ്ട്. പിന്നെ ഓരോരോ ഭാഗങ്ങൾ ഞാനിങ്ങനെ ഇറങ്ങി നോക്കിക്കൊണ്ടേ ഇരിക്കുകയാണ്. കണ്ടോ, ഇതൊക്കെ പിന്നെ ഈ കാണുന്നതൊക്കെ പിന്നെ അവർ ഈ പണിഞ്ഞു വെച്ചിരിക്കുന്ന ഈ കൊമ്പ് കൊണ്ട് തന്നെ ആനയുടെ രൂപങ്ങളൊക്കെ പണിഞ്ഞു വെച്ചിരിക്കുന്നതാണ്. നല്ല സുന്ദരമായ കാഴ്ചകളാണ് കേട്ടോ. ഭംഗിയാണ് കാണാനൊക്കെ. ഇത് മ്യൂസിയമാണ്. ഇത് മ്യൂസിയത്തിൽ കയറിയതാണ്. ഇനി ആനകളുടെ ഭാഗത്തോട്ടൊക്കെ ഞങ്ങൾ പോകുന്നുണ്ട് കാണാൻ. ഇതൊക്കെ ആനകളുടെ പ്രതിബിംബമാണ്. അതിൻ്റെ വന്ന് കാണാൻ ഞാൻ അവിടെയൊക്കെ നിന്ന് ഫോട്ടോ ഒക്കെ എടുത്തു, വീഡിയോസ് പിടിച്ചു. അങ്ങനെയൊക്കെ എടുത്തതാണിത്. നിങ്ങളെല്ലാവരും ഇത് കണ്ട് ലൈക്ക് ചെയ്യുക, കമൻറ്റ് തരിക. എന്നെ കൂട്ടാക്കാത്തവരുണ്ടെങ്കിൽ കൂട്ടാക്കുക. ആനയ്ക്ക് അതുകൊണ്ട് ഈ ആനയ്ക്ക് ഇതായി നിൽക്കുക. അത് പിന്നെ ഭയങ്കര മേടായിട്ട് നിൽക്കുന്ന ഒരു ആനയാണെന്ന് പറഞ്ഞു അതിൻ്റെ അടുത്തോട്ട് പോകരുതെന്ന് പറഞ്ഞിരിക്കുകയാണ്. ഈ ആനയ്ക്ക് ഭയങ്കര മേടാണ്. അതിനെ വല്ലാതെ രീതിയിലൊക്കെ ബന്ധിച്ചിട്ടിരിക്കുകയാണ്. ബാക്കിയുള്ള ആനകൾക്കൊന്നും ഒന്നും കുഴപ്പമില്ല. ആനകളുടെയൊക്കെ അടുത്ത് പോയി ആന കണ്ടോ മതവിളകി നിൽക്കുന്നതാണെന്നും പറഞ്ഞിട്ട് അവിടെ പോസ്റ്റ് വെച്ചിട്ടുണ്ട്. പിന്നെ നല്ല രസമുണ്ട്, നല്ല കാഴ്ചയാണ് കണ്ട്. അത് വേറെ ഒരു 3-4 ആനകളുണ്ട്. ആനയുടെ കൂടുകൾ, 3-4 കൂടുകൾ. രാവിലെ പോയി കാണണമായിരുന്നു. ആനയെ കുളിപ്പിക്കുന്ന ഭാഗം കാണാം, അതിന് ഫുഡ് കൊടുക്കുന്നതൊക്കെ കാണാമായിരുന്നു. പക്ഷേ ഞാൻ അവിടെ ചെന്നപ്പോൾ അതെല്ലാം കഴിഞ്ഞ് ആനകളെ കൂട്ടിലകത്താക്കി ഇരിക്കുകയായിരുന്നു. അങ്ങനെയൊക്കെയുള്ളതായിരുന്നു. പിന്നെ നല്ല നല്ല ഭംഗിയുള്ള ഒരുപാട് കാഴ്ചകളുണ്ട്. നമുക്ക് തിരിച്ചു വരാൻ 80 രൂപയാണ് ഒരാൾ കയറുന്നതിന് ടിക്കറ്റ് എടുത്താണ് കയറി കണ്ടത്. ഞാനും എൻ്റെ ചേട്ടൻ്റെ മോള്, വേറൊരു മോനാണ് വീഡിയോസൊക്കെ പിടിച്ചൊക്കെ തന്നതുമൊക്കെ. നല്ല ഭംഗിയുള്ള സ്ഥലം. ഞങ്ങൾ ഇവിടെ പണ്ടൊക്കെ ഞങ്ങൾ ഇവിടെയൊക്കെ പോയി ഇങ്ങനെ കാണുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. നല്ല രസകരമായ കാഴ്ചയാണ്. കണ്ടോ, വരാൻ തോന്നുകയില്ല, അത്രയ്ക്ക് സുന്ദരമായ കാഴ്ചയാണ്.
പിന്നെ ആണെങ്കിൽ ഊഞ്ഞാലൊക്കെ ആടുന്നതുണ്ട്. അതൊക്കെ നല്ല രസമാണ്. കുട്ടികളൊക്കെ ഇതിങ്ങനെ കയറ്റം കയറി ഇങ്ങനെ കയറി ഇങ്ങനെ പോയി നല്ല ഭയങ്കര പൊക്കമാണ്. കുഴഞ്ഞു നടന്ന് ക്ഷീണിച്ചിങ്ങനെ വരുന്നൊരു ഭാഗമാണത്. നല്ലപോലെ നടന്ന് ക്ഷീണിച്ച് വരികയാണ്. ഇതൊക്കെ നല്ല ഭംഗിയാണ് കാണാനുള്ളവരൊക്കെ ഈ കോന്നി നാട്ടിലേക്ക് വന്നാൽ മതി. ആനക്കൂടൊക്കെ കാണാം. നല്ല കാഴ്ചയാണ്. വെക്കേഷൻ സമയത്തൊക്കെ വന്ന് നമ്മൾ കുട്ടികളുമൊക്കെ ആയിട്ട് പോയി കാണണം. എന്ത് രസമാണെന്നറിയാമോ? നല്ല രസമാണ്. പാർക്കിലും ബീച്ചിലും പോകുന്നത് പോലൊക്കെ ഉള്ള അനുഭവമാണ് നമ്മളിവിടെ പോകുമ്പോൾ. ഇതൊക്കെ കുട്ടികളുമൊത്ത് കാണേണ്ട ഒരു കാഴ്ചയാണ്. ഇങ്ങനെ ഒത്തിരി ഇടം കറങ്ങി കാണാനുള്ള ഇതൊക്കെ ആനയുടെ രൂപമാണ്. ഊഞ്ഞാലാടുകയാണ്. എല്ലാം ഉണ്ട് ഇവിടെ. എനിക്ക് വൈകിയ രസമുണ്ട്. അതുകൊണ്ട് ആനയുടെ കണ്ടോ, ആനയുടെ കൊമ്പ് ഈ ബോഡിയൊക്കെ കളഞ്ഞിട്ടുള്ള ഇതൊക്കെ നിന്ന് ഫോട്ടോ എടുത്ത് വീഡിയോസ് പിടിച്ചതൊക്കെയാണ്. നല്ല ഭംഗിയുണ്ട്. നിങ്ങളൊക്കെ ഇത് ചെന്ന് കാണണം. ഇതിനകത്ത് കണ്ട് എല്ലാവരും ലൈക്ക് തരണം. എല്ലാവരും സബ്ബാക്കാത്തവർ സബ്ബ് നൽകണം. നല്ല കാഴ്ചയല്ലേ? എന്ത് രസമുണ്ട് കണ്ടോ. ഞാൻ എത്ര നേരം ഇന്ന് ഇവിടെ വീട്ടിൽ വന്ന് തന്നെ രാവിലെ 10 മണിയായപ്പോൾ ഞാൻ ഈ സ്റ്റേഡിയത്തിൽ പോയതാണ്. നല്ല ഭംഗിയാണ് കാണാനൊക്കെ. ഇല്ലവനെ ഇത് കണ്ടോ, ഒക്കെ കാണാൻ എന്ത് ഭംഗിയാണെന്നറിയാമോ? നല്ല ഭംഗിയാണ്. നമുക്ക് വരാൻ തോന്നുകയില്ല. അത്ര നല്ല രസമാണ്. അത് ചെറിയ ചെറിയ ആനകളുടെ കൊമ്പൊക്കെ പണിഞ്ഞാണ്ട് കുട്ടിച്ച ആനകളെയൊക്കെ ഇങ്ങനെ പണിഞ്ഞു വെച്ചിരിക്കുന്ന കാഴ്ചയാണ്. അതൊക്കെ നല്ല രസമാണ്. ഒരുപാട് കുടുംബാംഗങ്ങൾ കുഞ്ഞുങ്ങളെയൊക്കെ ആയിട്ട് വന്ന് കാണിക്കുകയും. ഇത് ആനയുടെ എല്ലുകൾ മാത്രം അതിൻ്റെ ഇത് മാത്രമായിട്ടുള്ളതാണ്. ഇതൊക്കെ ആരും പുറത്തൊക്കെ ഉള്ളവരാരും അങ്ങനെ കാണുന്നവരും കൊണ്ട് വരും. വിദേശികളൊക്കെ വരും. എല്ലാ വെക്കേഷൻ സമയത്തൊക്കെ ഓരോരുത്തർ വരികയും കാണുകയൊക്കെ ചെയ്യും. നല്ല ഭംഗിയുണ്ട്. കണ്ട എന്ത് രസമാണെന്ന് കണ്ട. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എല്ലാ കൂട്ടുകാരും ഇവിടെയൊക്കെ പോയി കാണണം. ഇപ്പോഴും നല്ലൊരവസരമാണ്. വെക്കേഷൻ സമയമാണ്. കുട്ടികളുമൊത്തൊക്കെ പോയി നമ്മൾ എൻജോയ് ചെയ്യേണ്ടതാണ്. പിന്നെ ഇനി അടുത്ത പ്രാവശ്യം പോകണം. ഇവിടെ കൊട്ടവഞ്ചി എന്ന് പറയുന്നൊരു ഭാഗമുണ്ട്. അത് തണ്ണിത്തോട് ബസ്സിന് കയറി പോകണം. അത് ഇൻഷാ അല്ലാഹ് അതും പോയി കാണാമെന്ന് പറഞ്ഞ് ഞങ്ങൾ ഇങ്ങനെ തീരുമാനിച്ചിരിക്കുകയാണ്. എല്ലാവരും അവിടെയൊക്കെ പോകാൻ പറ്റുകയുള്ളൂ. ഒറ്റയ്ക്കൊന്നും പോകാൻ പറ്റില്ല. അത് ഈ വെള്ളത്തിനകത്ത് കൊട്ടവഞ്ചി കയറുന്നതും അത് നല്ല കാഴ്ചയൊക്കെയാണ്. അതും അവിടെ പോയിട്ടില്ല. കണ്ടോ, ഇതൊക്കെ കാണാൻ എന്ത് ഭംഗിയുണ്ടെന്ന് കണ്ടോ. എന്ത് രസമായ ഗ്ലാസ്സായിട്ട് അങ്ങനെ ഇരിക്കുന്നതൊക്കെ എന്ത് നല്ല ഭംഗിയാണെന്ന് കണ്ടോ. നിങ്ങൾ കണ്ട് ലൈക്ക് തരിക, കമൻറ്റ് തരിക, സബ് ചെയ്യുക. എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആനയുടെ അടുത്ത് നിൽക്കുന്നത് ആനയുടെ അടുത്ത് നിന്ന് നല്ല രസമുണ്ട് അല്ലേ? ആ എടുത്ത് നല്ല രസമുണ്ട്. നല്ല ഭംഗിയുണ്ട് കണ്ടോ. അതും ഒരു ആനയുടെ ആനയുടെ ശില്പം പോലെ പണിഞ്ഞു വെച്ചിരിക്കുന്നേ. ഇതൊക്കെ ഞാൻ നാട്
നല്ലപോലെ എൻജോയ് ചെയ്തു. സന്തോഷമുണ്ട് കേട്ടോ, ഒത്തിരി സന്തോഷം. കാരണം ഇങ്ങനെയൊക്കെ പോകണം, നമ്മുടെ മനസ്സിലൊക്കെ ഒത്തിരി വിഷമങ്ങളൊക്കെ മാറും. നല്ല സൂപ്പർ, നല്ല എൻ്റെ ഒരു കുഞ്ഞു മോനാണ് ഇതെനിക്ക് ഈ ഫോട്ടോസൊക്കെ എടുത്തത്. നല്ല രസമില്ലേ കാണുന്നത്? എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടോ? എല്ലാവരും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഒത്തിരി സ്നേഹത്തോടെ നിങ്ങളെ ഏവരെയും ഈ വീഡിയോസ് കാണിക്കാമെന്ന് നിങ്ങളോട് ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു. അങ്ങനെ എടുത്തതാണ്. കുറേ ഉണ്ട് കാഴ്ചകളൊക്കെ, കുറേ കാഴ്ചകളൊക്കെ. ഇതിനകത്തൊക്കെ ഞാൻ കയറിയാടി. വട്ട് വയസ്സാണ്, ഞാൻ ഒരു വട്ടായിരുന്നു കേട്ടോ. വട്ട് എനിക്കറിയില്ല. നല്ല രസമുണ്ട് കേട്ടോ. ഒത്തിരി ഇഷ്ടത്തോടെ നിങ്ങളുടെ മുമ്പിൽ ഞാനിത് കാഴ്ചവെച്ചതാണ്. നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. ഒത്തിരി സ്നേഹമുണ്ട്, സന്തോഷമുണ്ട്. നിങ്ങളൊക്കെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കണ്ടോ, നല്ല രസമില്ലേ? എങ്ങനെയുണ്ട്? കമൻറ്റിൽ കൂടി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിലും ഇല്ലെങ്കിലും നിങ്ങൾ കമൻറ്റ്